പൊതുജനത്തെ പെരുവഴിയിലാക്കി കെഎസ്ആർടിസിയുടെ എംപാനൽ പ്രതിസന്ധി. ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ ഇന്ന് 980 സർവീസുകൾ മുടങ്ങി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന കോർപ്പറേഷന്റെ പ്രതിദിന വരുമാനവും കുത്തനെ ഇടിഞ്ഞു. സ്ഥിരം ജീവനക്കാരെ പുനഃക്രമീകരിച്ച് പ്രതിസന്ധി മറികടക്കാനുള്ള മാനേജ്മെന്റിന്റെ നീക്കം ഇന്ന് ഫലം കണ്ടില്ല. സംസ്ഥാനത്തൊട്ടാകെ 980 കെഎസ്ആർടിസി സർവീസുകളാണ് മുടങ്ങിയത്. തിരുവനന്തപുരം മേഖലയിൽ പ്രതിദിനമുള്ളത് 2030 സർവീസ്. ഇതിൽ 367 മുടങ്ങി. മധ്യ കേരളത്തിലാണ് കൂടുതൽ സർവീസുകൾ മുടങ്ങിയത്, 403 എണ്ണം. മലബാർ മേഖലയിൽ 210 സർവീസ് മുടങ്ങി. പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് ഗതാഗത മന്ത്രി. സ്വതവേ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കെഎസ്ആർടിസിക്ക് സർവീസുകൾ മുടക്കുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടം താങ്ങാനാവാത്ത നഷ്ടമാണ്. മാനേജ്മെന്റ് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് MD ടോമിൻ തച്ചങ്കരി പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളത് തീർത്ത് നിയമനം മുഴുവൻ നടത്തും. അവധിയെടുക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവന്നു. മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന കണ്ടക്ടർ ലൈസൻസ് ഉള്ളവരെ പുനഃക്രമീകരിക്കാനും നീക്കം ആരംഭിച്ചു. എന്നാൽ PSC വഴി നിയമനം ലഭിച്ച കണ്ടക്ടർമാർ പരിശീലനത്തിന് ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നതുവരെ പ്രതിസന്ധി തുടരാനാണ് സാധ്യത. മാനേജ്മെന്റ് കണക്ക് കൂട്ടിയതിലും വലിയ പ്രതിസന്ധിയാണ് എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടതോടെ KSRTCക്കുണ്ടായത്. സർക്കാർ ഫലപ്രദമായി ഇടപെട്ടില്ലെങ്കിൽ യാത്രക്കാരുടെ ദുരിതവും KSRTCയുടെ വരുമാന നഷ്ടവും ഇരട്ടിയാകും. BR കാർത്തിക്, News 18, തിരുവനന്തപുരം. KSRTC വിഷയത്തിൽ ഹൈക്കോടതി വിധി അനുസരിക്കുകയാണ് സർക്കാരിന്റെ കടമയെന്ന് മന്ത്രി EP ജയരാജൻ. എംപാനൽ ജീവനക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നും ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ ഒരു കോടതി പറഞ്ഞാൽ ആ കോടതിയെ ധിക്കരിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ സമീപനം. കോടതി പറഞ്ഞത് അനുസരിക്കുക. ഇനിയും എംപാനലുകാർക്ക് കോടതിയെ സമീപിക്കാനും അവരുടെ രക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ അവസരമുണ്ട്. അവരത് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. KSRTC പ്രതിസന്ധി ഗുരുതരമായി ബാധിച്ചത് വടക്കൻ കേരളത്തിലെ മലയോര മേഖലയെ. ബദൽ മാർഗങ്ങളില്ലാതെ നൂറുകണക്കിന് യാത്രക്കാരാണ് വലഞ്ഞത്. മലബാറിൽ ആകെയുള്ളത് 1319 KSRTC സർവീസുകൾ. 850 എംപാനൽ ജീവനക്കാരെ ഇവിടെ പിരിച്ചുവിട്ടതോടെ മുടങ്ങിയത് 210 സർവീസുകൾ. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ മുടങ്ങിയത്, 50 എണ്ണം. തിരുവമ്പാടി, നിലമ്പൂർ, കണ്ണൂർ, കാസർഗോഡ് ഡിപ്പോകളിൽ നിന്ന് പുറപ്പെടുന്ന ഗ്രാമീണ സർവീസുകളാണ് ഏറെ അവതാളത്തിലായത്. പെട്ടെന്നുള്ള ജോലി നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവർക്കെല്ലാം പ്രശ്നമുണ്ടാകുമല്ലേ, വിഷമമുണ്ടാവും. ജോലി നഷ്ടമായ എംപാനൽ ജീവനക്കാർ കോഴിക്കോട് യോഗം ചേർന്നു. ഒരു നയാ പൈസ പോലും തരാതെ, ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് പോലും ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ പൊതുസമൂഹത്തിലേക്ക് ഞങ്ങൾ വലിച്ചെറിയുമ്പോൾ ഈ പൊതുസമൂഹം ഞങ്ങളെ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് വിനയപൂർവ്വം കണ്ണീരോടെ പറയാനുള്ളത്. സ്ഥിര ജീവനക്കാരെ അധിക സമയ സേവനത്തിന് നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രതിസന്ധിക്ക് അയവില്ല. News 18, കോഴിക്കോട്. 1000-ഓളം സർവീസുകൾ ഒറ്റയടിക്ക് മുടങ്ങിയതോടെ പെരുവഴിയിലാകുന്നത് പൊതുജനം. ജോലിക്ക് പോകാനും സ്കൂളിലും കോളേജിലും പോകാനുമായി രാവിലെ എത്തിയവരാണ് ഏറെ വലഞ്ഞത്. പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഗതി കിട്ടിയ പുലി തിന്നുവെന്ന് പറഞ്ഞ പോലെ നമ്മളും എല്ലാം വിറ്റെങ്കിലും ഇതുമേലൊക്കെ കയറി പോകും. എംപാനലുകാരും PSC നിയമന ശുപാർശ കിട്ടിയവരും തമ്മിലുള്ള പോരാട്ടത്തിൽ പെരുവഴിയിലായത് അനേകായിരങ്ങൾ. കോടതി ഉത്തരവ് ഇന്നലെ നടപ്പാക്കിയതോടെ 1000-ഓളം സർവീസാണ് ഇന്ന് മുടങ്ങിയത്. ഇതോടെ ബസ് കാത്തുനിന്ന ജനം വലഞ്ഞു. പമ്പയിലുൾപ്പെടെ ജോലിയിലുണ്ടായിരുന്ന ജീവനക്കാരെ തിരിച്ചു വിളിപ്പിച്ചു. തീർത്ഥാടകരും ദുരിതത്തിലായി. യാത്രക്കാർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് എങ്ങും. എല്ലാവരും വളരെ അത്യാവശ്യമായിട്ട് പേഴ്സണൽ കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളുമായിട്ട് യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബസ്സുകൾ വളരെ കുറവാണെന്നാണ് ഫീൽ ചെയ്തത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബസ് സ്റ്റോപ്പുകളിൽ കാത്തുനിന്ന പലരും വണ്ടി കിട്ടാതെ വീടുകളിലേക്ക് മടങ്ങി. News 18, കൊച്ചി. KSRTC പ്രതിസന്ധി പരിഹരിക്കാൻ വഴിതേടി സംസ്ഥാന സർക്കാർ. ഹൈക്കോടതി വിധിക്കെതിരെ KSRTC സുപ്രീം കോടതിയിൽ നൽകുന്ന അപ്പീലിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ. നാളത്തെ മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്തേക്കും. കോടതിയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടി മറികടക്കാനുള്ള വഴി തേടുകയാണ് സംസ്ഥാന സർക്കാരും KSRTCയും. പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ KSRTC നൽകുന്ന അപ്പീലിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ മുഴുവൻ. സർവീസുകൾ മുടങ്ങുന്നത് ഒഴിവാക്കാനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന. ഇതിന് പ്രത്യേക ക്രമീകരണത്തിന് കോടതിയുടെ അനുമതി തേടും. ഇതിനെല്ലാം പരിഹാരമായി സുപ്രീം കോടതിയെ തന്നെ സമീപിച്ച് പരിഹാരമാർഗം കണ്ടെത്താൻ കഴിയുമോ എന്ന ആലോചന നടക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ അനാസ്ഥയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഗവൺമെന്റ് ഇടപെട്ട് ഈ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കണം. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു അഫിഡവിറ്റ് പോലും
ഇതിനുവേണ്ടി കൊടുക്കാൻ തയ്യാറായില്ല കോടതിയിൽ. സാമ്പത്തികമായും വലിയ പ്രതിസന്ധിയാണ് KSRTCക്ക് കോടതി വിധി വരുത്തിവെക്കുക. 4051 പേരാണ് നിയമന പട്ടികയിലുള്ളത്. ഇതിൽ 1000-ലധികം പേർ ജോലിക്കെത്തുമെന്ന് KSRTC കരുതുന്നില്ല. 3000 പേരെങ്കിലും ജോലിയിൽ പ്രവേശിച്ചാൽ പ്രതിദിനം 27 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളത്തിന് മാത്രമായി വേണ്ടിവരും. എംപാനൽ ജീവനക്കാരായിരുന്നെങ്കിൽ 17 ലക്ഷം മതിയാകുമായിരുന്നു. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചയുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTC നടപടികളിൽ വിശ്വാസമില്ലെന്ന് ഹൈക്കോടതി. PSC നിയമനത്തിനുള്ള ഉത്തരവ് നൽകിയവരെ ഇന്നു തന്നെ നിയമിക്കണമെന്നും കോടതി പറഞ്ഞു. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട ഒഴിവിലേക്ക് 2 ദിവസത്തിനകം നിയമനം നടത്തണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം നൽകി. എംപാനൽ ജീവനക്കാർക്ക് പകരം PSC നിയമന ഉത്തരവ് നൽകിയവരെ നിയമിക്കാൻ എന്താണ് മടിയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പുതിയ ആളുകൾക്ക് പരിശീലനം നൽകാൻ ഒരാഴ്ച വേണമെന്ന് AG പറഞ്ഞു. കണ്ടക്ടർമാർക്ക് പരിശീലനം ആവശ്യമില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. 4071 എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതായി KSRTC കോടതിയെ അറിയിച്ചു. 240 പേർക്ക് PSC നിയമന ഉത്തരവ് നൽകി. നടപടികൾ വേഗത്തിലാക്കുമെന്നും KSRTC. താൽക്കാലിക ജീവനക്കാരെ ഇന്നലെ തന്നെ പിരിച്ചുവിട്ട് തുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KSRTC സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ KSRTCയിൽ വിശ്വാസമില്ലെന്നും ഉടൻ തന്നെ നിയമനം നടത്തണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. എംപാനൽ കണ്ടക്ടർമാർക്ക് വേണ്ടി KSRTCയിലെ യൂണിയനുകൾ കേസിൽ കക്ഷി ചേരും. CITU അടക്കമുള്ള യൂണിയനുകൾ പ്രത്യക്ഷമായി സമരം ആരംഭിക്കും. വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. കണ്ടക്ടർ നിയമന നടപടികൾ വേഗത്തിലാക്കി KSRTC. ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും വ്യാഴാഴ്ച മുതൽ നിയമനം നൽകും. VV വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. വിനോദ്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവല്ലോ, എത്രയും വേഗം നിയമനം നടത്തണമെന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണോ KSRTCയുടെ ഈ ദ്രുതഗതിയിലുള്ള ഇടപെടൽ? അമീന, വേഗത്തിൽ കണ്ടക്ടർ നിയമനങ്ങൾ നടത്താനുള്ള നടപടികളുമായാണ് ഇപ്പോൾ KSRTC മുന്നോട്ട് പോകുന്നത്. അമീന സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായി. ഇന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശമുണ്ടായി. ഏതായാലും തപാൽ നിയമന ഉത്തരവ് അയക്കുന്നത് പോലും ഒഴിവാക്കിയാണ് ഇപ്പോൾ KSRTC നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4000-ലധികം പേർക്ക് നിയമനം നൽകേണ്ടതുണ്ട്. 20-ാം തീയതി തന്നെ ഈ മുഴുവൻ പേർക്ക് നിയമനം നൽകാനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. മുഴുവൻ പേരും KSRTC ഓഫീസിൽ അഡ്വൈസ് മെമ്മോയും തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തണമെന്നാണ് ഇപ്പോൾ MD പുറത്തിറക്കിയ ഉത്തരവിലുള്ളത്. അമീന, കണ്ടക്ടർ നിയമന നടപടികൾ വേഗത്തിലാക്കി KSRTC. ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും വ്യാഴാഴ്ച മുതൽ നിയമനം നൽകും. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നടി മഞ്ജു വാര്യരെ അതിരൂക്ഷമായി വിമർശിച്ച ഒടിയൻ സിനിമയുടെ സംവിധായകൻ ശ്രീകുമാർ മേനോൻ. വിവാദത്തിൽ മഞ്ജു വാര്യർ മൌനം പാലിച്ചത് അത്ഭുതപ്പെടുത്തി. WCC ഉൾപ്പെടെ പിന്തുണച്ചവരെയെല്ലാം കൈവിട്ടു. വനിതാ മതിലിൽ നിന്ന് പിന്മാറിയത് മഞ്ജുവിനെ പരിഹാസ്യയാക്കിയെന്നും ശ്രീകുമാർ മേനോൻ ന്യൂസ് 18നോട് പറഞ്ഞു. എനിക്കത് എന്നെ അത്ഭുതപ്പെടുത്തി, എന്നെ അത് നിരാശപ്പെടുത്തി. ഒടിയനെ പോലെ ഇത്രയും വലിയൊരു സിനിമ, അതിലൊക്കെ അവർ ആ പ്രഭ എന്നുള്ള സിനിമ കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു മുജ്ജന്മ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമൊക്കെ കിട്ടിയ അവർക്ക് ഒരു ബാധ്യതയുണ്ട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്ന്. ഒടിയൻ സിനിമാ വിവാദത്തിൽ മഞ്ജു വാര്യർ മൗനം പാലിച്ചതിനെതിരെയാണ് സംവിധായകൻ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നില്ല. അവരുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ഭാവിയെയും നമ്മുടെ ലൈഫും നമ്മുടെ പ്രൊഫഷണൽ കരിയറിനെയും പോലും റിസ്ക് ചെയ്തിട്ട് അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഇതിൽ നിൽക്കുക എന്നുള്ളത്. ഒരാൾക്ക് ആവശ്യമുള്ള സമയത്തല്ലേ ഒരു സുഹൃത്തും പിന്നെ എന്താ പറയുക സൗഹൃദവും ഒക്കെ ഉണ്ടാവേണ്ടത്. WCC ഉൾപ്പെടെ പിന്തുണച്ച എല്ലാവരെയും മഞ്ജു വാര്യർ കൈവിട്ടു. അവർ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത വിലയും നിലയുമെല്ലാം ഒരടിക്ക് താഴെ പോകുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അത് അവർക്ക് ഒരു വലിയ രീതിയിൽ ഗുണം ചെയ്യില്ല. ഇത് വനിതാ മതിലിൽ നിന്ന് പിന്മാറിയത് മഞ്ജുവിനെ പരിഹാസിയാക്കി. എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു, ഞാൻ എൻ്റെ അറിവില്ലായ്മയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇവർ കാട്ടിക്കൂട്ടുകയായിരുന്നു ഇത്ര കാലം ഓരോ കാര്യങ്ങൾ. നിലപാട് മാറ്റം മഞ്ജു വാര്യരുടെ വില കളയുമെന്നും തെറ്റിതിരുത്താൻ തയ്യാറാകണമെന്നും ശ്രീകുമാർ മേനോൻ ആവശ്യപ്പെട്ടു. ക്യാമറമാൻ KM പ്രജിത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. അതേസമയം ഒടിയൻ സിനിമയിലെ വിമർശനങ്ങളെയും അഭിനന്ദനങ്ങളെയും ഒരുപോലെ കാണുന്നുവെന്ന് നടി മഞ്ജു വാര്യർ. വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ച് ചിത്രത്തിന് മുന്നേറാൻ കഴിയട്ടെയെന്നും മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു. ചിത്രം വിവാദത്തിലായിട്ട് മഞ്ജു വാര്യർ പ്രതികരിച്ചില്ലെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ വിമർശിച്ചിരുന്നു. അതിനിടെയാണ് ചിത്രമിറങ്ങി 4 ദിവസത്തിന് ശേഷമുള്ള പ്രതികരണം.
മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിന് വിവരശേഖരണം നടത്താൻ കേരളത്തിന് തമിഴ്നാടിന്റെ അനുമതി വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി പ്രത്യാഘാത പഠനത്തിന് കേന്ദ്രം നൽകിയ അനുമതിയെ തമിഴ്നാട് എതിർക്കുന്നതിനിടെയാണ് പരിസ്ഥിതി സഹമന്ത്രി പാർലമെന്റിൽ നിലപാടറിയിച്ചത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനായുള്ള കേരളത്തിന്റെ പഠനത്തിന് പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞ മാസം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. എന്നാൽ കേരള ചീഫ് സെക്രട്ടറിക്കും പരിസ്ഥിതി മന്ത്രാലയത്തിനും തമിഴ്നാട് കോടതി ലക്ഷ്യമാരോപിച്ച് നോട്ടീസ് അയച്ചു. ഇതിനിടെയാണ് തമിഴ്നാടിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് കേരളത്തിന് നൽകിയ അനുമതിയിൽ ഉറച്ചു നിൽക്കുന്നതായി കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി മഹേഷ് ശർമ്മ പാർലമെന്റിനെ അറിയിച്ചത്. DMK MP കനിമൊഴിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര നിലപാട്. തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ തന്നെ പരിസ്ഥിതി പ്രത്യാഘാത പഠനത്തിന് വിവരശേഖരണം നടത്താൻ കേരളത്തിന് കഴിയും. പഠനം പൂർത്തിയാക്കി പുതിയ അണക്കെട്ടിന്റെ പരിസ്ഥിതി അനുമതിക്ക് അപേക്ഷ നൽകുമ്പോൾ ഇരു സംസ്ഥാനങ്ങളുടെയും സമവായം വേണമെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാര്യം മറുപടിയിൽ പരാമർശിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ എതിർപ്പ് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞതോടെ പഠനത്തിനുള്ള നടപടികളുമായി കേരളത്തിന് മുന്നോട്ടു പോകാനാകും. ഡൽഹിയിൽ നിന്നും M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് വീണ്ടും ഹൈക്കോടതി. മതിലിൽ പങ്കെടുക്കുന്നതിൽ ജീവനക്കാരെ നിർബന്ധിക്കുന്നുണ്ടോ എന്ന് വ്യക്തത വരുത്താൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. വനിതാ മതിലുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള തർക്കവും രൂക്ഷമാവുകയാണ്. വനിതാ മതിലിൽ രാഷ്ട്രീയ തർക്കം മുറുകുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ അനുകൂല പരാമർശം. വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് കോടതി ആവർത്തിച്ചു. സർക്കാർ ജീവനക്കാരെ വനിതാ മതിലിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ എന്ന് വ്യക്തത വരുത്താൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. വനിതാ മതിലിനെതിരായ ഹർജികൾ വ്യാഴാഴ്ച പരിഗണിക്കാൻ കോടതി മാറ്റി. വനിതാ മതിലിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അസൂയ മൂലമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഈ അസൂയക്ക് അതുപോലെ തന്നെ കഷണ്ടിക്കും മരുന്നില്ല. അതിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതല്ല. അവരെത്രത്തോളം ഇതിനെ എതിർക്കുന്നുവോ അത്രത്തോളം ഇത് വിജയിക്കും. മഞ്ജു വാര്യരുടെ പിന്മാറ്റത്തെക്കുറിച്ച് മന്ത്രി G. സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ: അവരുടെ സോഷ്യൽ സ്പെക്ടക്കിളിൽ, അതായത് സാമൂഹ്യ കണ്ണാടിക്ക് അവർക്കെന്തോ മാറേണ്ട സമയമായി എന്നാണ് അത്ര എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാ ബഹുമാനത്തിനും ഒരു കുറവില്ല. വനിതാ മതിലിനായി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഇനിയെങ്കിലും വൈകിയാണെങ്കിലും ഈ മതിൽ നിന്ന്, വർഗീയ മതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറും. ഇത് ഗവൺമെന്റിന്റെ പരിപാടി ആയി നടത്തുന്നതിനോട് ശക്തമായ വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വനിതാ മതിലിൽ വിദ്യാർത്ഥികളെ നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിക്കാനുള്ള നീക്കം തടയുമെന്നാണ് KSU നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സുകുമാരൻ നായർ മന്നത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. യാഥാസ്ഥിതികതയ്ക്കെതിരെ പോരാടുന്ന പ്രസ്ഥാനമായാണ് മന്നം NSSനെ വളർത്തിയെടുത്തതെന്ന് ഓർക്കണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. പുരോഗമനപരമായ ആശയങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിനെതിരെ യാഥാസ്ഥിക ചിന്തയാണ് ഇപ്പോൾ NSSന്റെ നേതൃത്വം പ്രകടിപ്പിച്ചിട്ടുള്ള സമീപനം. ഇത് NSSൽ നിന്ന് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നൊരു സമീപനമല്ല ഇന്നലെ സുകുമാരൻ നായരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന സമീപനം. NSSന്റെ ആദരണീയായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അദ്ദേഹം മന്നത്ത് പത്മനാഭൻ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്. പോലീസ് കഴിഞ്ഞ ദിവസം മടക്കി അയച്ച 4 ട്രാൻസ്ജെൻഡറുകൾ ശബരിമല ദർശനം നടത്തി. പ്രത്യേക അനുമതി വാങ്ങി പോലീസ് സുരക്ഷയിലായിരുന്നു ദർശനം. കൊച്ചിയിൽ നിന്നുള്ള അനന്യ, അവന്തിക, രഞ്ജുമോൾ, തൃപ്തി ഷെട്ടി എന്നിവരാണ് ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയത്. പുലർച്ചെ 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട സംഘം 8 മണിയോടെ പമ്പയിലെത്തി. പിന്നീട് പോലീസ് സുരക്ഷയിൽ മല കയറി. നീലിമലയും അപ്പാച്ചിമേട്ടും താണ്ടി ശരംകുത്തിയിൽ ആചാരപ്രകാരം ശരംകുത്തിയ ശേഷം 10 മണിയോടെ വലിയ നടപ്പന്തലിലെത്തിയ സംഘം 10:05 18-ാം പടി ചവിട്ടി. അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്ത് ആചാരപ്രകാരം തേങ്ങയുരുട്ടൽ, പിന്നീട് നെയ്യഭിഷേകം. ദർശനം നടത്താനായത് ജന്മസാഫല്യമാണെന്ന് 4 പേരും. ഒരുപാട് കടമകളും പ്രതിസന്ധികളുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ പറയുന്ന ഒരു ജന്മസാർത്ഥകമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ ഞങ്ങൾ വിശ്വാസം ഞങ്ങൾ രക്ഷിച്ചു. കൊച്ചിയിൽ നിന്നും കെട്ടുനിറച്ച സംഘത്തെ ഞായറാഴ്ച എരുമേലിയിൽ പോലീസ് തടഞ്ഞിരുന്നു. സ്ത്രീവേഷത്തിൽ അനുവദിക്കില്ലെന്നായിരുന്നു നിലപാട്.
പിന്നീട് 4 പേരും തിരുവനന്തപുരത്ത് ശബരിമല നിരീക്ഷണ സമിതിയെ കണ്ട് അനുമതി ആവശ്യപ്പെട്ടു. തന്ത്രി കുടുംബവും പന്തളം കൊട്ടാരവും ദർശനം നടത്താൻ തടസ്സമില്ലെന്ന് അറിയിച്ചതോടെയാണ് യാത്ര സാധ്യമായത്. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, സന്നിധാനം. പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് ബൂട്ടിട്ട് കയറിയത് വിവാദത്തിൽ. ശ്രീകോവിലിന്റെ പിൻവശത്ത് മാളികപ്പുറത്തേക്കുള്ള വഴിയിലാണ് ലാത്തിയുമായി ബൂട്ട് ധരിച്ച പോലീസുകാർ കയറിയത്. ട്രാൻസ്ജെൻഡറുകൾ ദർശനം നടത്തുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു പോലീസ് നടപടി. പിഴവ് പറ്റിയെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ വ്യക്തമാക്കി. റഫാൽ ബഹളത്തിൽ ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. ജെപിസി അന്വേഷണം പ്രഖ്യാപിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചു. റഫാലിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. അംഗങ്ങൾ സ്കൂൾ കുട്ടികളെ പോലെ പെരുമാറരുതെന്നും ഉത്തരവാദിത്തം കാണിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ പറഞ്ഞു. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ജെപിസി അന്വേഷണം അനിവാര്യമാണെന്നും പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടു. राफेल मामले में चोरी करके पैसा दिया है. आपने हमें कहा था कि प्यार से आप चर्चा करना चाहते हैं, तो फिर आप दौड़ क्यों रहे, भाग क्यों रहे? आप आइए, राफेल के बारे में बात कीजिए. ജെപിസി ആവശ്യം ഇതിനകം തള്ളിയ കേന്ദ്ര സർക്കാർ റഫാൽ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് രാജ്യസഭയിൽ മറുപടി നൽകി. ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും നിർത്തിവച്ചു. തുടർച്ചയായി സഭ തടസ്സപ്പെടുന്നതിൽ ആശങ്കയറിയിച്ച ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ അംഗങ്ങൾ സ്കൂൾ കുട്ടികളെ പോലെ പെരുമാറരുതെന്ന് താക്കീത് നൽകി. റഫാലിൽ പ്രധാനമന്ത്രിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചതിനെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷം ഇന്നും പ്ലക്കാർഡ് ഉയർത്തി. പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ അവകാശ ലംഘനത്തിന് അംഗങ്ങൾ നൽകിയ നോട്ടീസുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് സഭാധ്യക്ഷന്മാർ അറിയിച്ചു. ജെപിസി അന്വേഷണ ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ വഴങ്ങും വരെ സഭ സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് വരും ദിവസങ്ങളിലും സഭാ നടപടികൾ സുഗമമാകില്ല. ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18.